സണ്ണി എം കപ്പിക്കാടിനെതിരെ വീണ്ടും വിമർശനവുമായി അജയ് തറയിൽ. ആദിവാസി ദളിത് വിഭാഗങ്ങൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ചിലയാളുകൾ തട്ടിയെടുക്കുന്നു. അവർ വലിയ വിപ്ലവകാരികളും ആക്ടിവിസ്റ്റുമായി നടക്കുന്നു. ദളിതരുടെ നന്മയ്ക്കാണ് ആക്ടിവിസം വേണ്ടത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് മുൻപ് ക്രിസ്ത്യാനിയിൽ നിന്നും ഹിന്ദുവായ ആളുകളെ സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുണ്ട്. അല്ലാതെ വന്ന ആളുകൾ ദളിതരുടെ എല്ലാ അവകാശങ്ങളും തട്ടിയെടുത്തിട്ടുണ്ട്. അത് ദളിത് ആക്ടിവിസം അല്ലെന്നും അജയ് തറയിൽ മീഡിയ വണ്ണോട് പറഞ്ഞു. ആദിവാസി ദളിത് വിഭാഗങ്ങൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ചില ആളുകൾ തട്ടിയെടുക്കുന്നു. എന്നിട്ട് അവർ വലിയ വിപ്ലവകാരികളും വലിയ ആക്ടിവിസ്റ്റുകളായി നടക്കുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യം മുമ്പ് ക്രിസ്ത്യാനിറ്റിയിൽ നിന്നും ഹിന്ദുവായിരുന്ന ആളുകളെ സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുണ്ട്. അല്ലാതെ വന്ന ആളുകളുടെ എല്ലാ അവകാശങ്ങളും തട്ടിയെടുത്തിട്ടുണ്ട് എങ്കിൽ അത് ഒരു ദളിത് ആക്ടിവിസം അല്ല എന്നാണ് എൻ്റെ പേര്. സിബി ജോസഫ് വിവരങ്ങൾ നൽകും. സിബി, വീണ്ടും സണ്ണി എം കപ്പിക്കാടിനെതിരെ രൂക്ഷ വിമർശനവുമായി എത്തുകയാണോ അജയ് തറയിൽ? അജയ് തറയിൽ സണ്ണി എം കപ്പിക്കാടിനെതിരായ ഫേസ്ബുക്ക് പരാമർശം അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിരുന്നു. പക്ഷേ എങ്കിലും അദ്ദേഹം പറയുന്നത് നേരിട്ട് സണ്ണി എം കപ്പിക്കാടിൻ്റെ പേര് അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് എനിക്ക് പൊതുവായി പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു സണ്ണി എം കപ്പിക്കാടിനെതിരെ അദ്ദേഹം പറയുന്നത് ദളിതനാണെങ്കിൽ ആ ദളിത് വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. അങ്ങനെ വരുന്നൊരു ദളിത് ആക്ടിവിസ്റ്റ് ആണെങ്കിൽ ആക്ടിവിസം ചെയ്താൽ മാത്രമേ ഒരു ദളിത് ആക്ടിവിസ്റ്റ് എന്ന് പറയാൻ കഴിയൂ. പക്ഷെ അല്ലാതെ ഇത്തരത്തിൽ പറയുന്നത്, അതായത് ചില ലാഭത്തിന് വേണ്ടി മാത്രം ഇത്തരത്തിൽ ഞാൻ ദളിതനാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നതിൽ കാര്യമില്ല എന്നുള്ളതാണ്. നമുക്കറിയാം സണ്ണി എം കപ്പിക്കാടിൻ്റെ പേര് വൈക്കത്ത് UDF സ്ഥാനാർത്ഥിയാകുമെന്ന രീതിയിലൊക്കെ പരിഗണന വന്നിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പേര് ഉണ്ടായില്ല പട്ടിക വന്നപ്പോൾ. പക്ഷേ ഈ സണ്ണി എം കപ്പിക്കാട് UDFിൻ്റെ സ്ഥാനാർത്ഥിയാകും എന്ന ഒരു പ്രചരണം തന്നെ അവിടെ ഉണ്ടായി. അതിനെതിരെയാണ് അജയ് തറയിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും അദ്ദേഹം ഇത്തരത്തിൽ അത് പിന്നീട് വിവാദമാവുകയും ചെയ്തത്. എന്തായാലും സണ്ണി എം കപ്പിക്കാട് ഈ അജയ് തറയിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. അതിനിടെയാണ് അദ്ദേഹം ഇത്തരത്തിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അദ്ദേഹം പറയുന്നത് ആദിവാസി ദളിത് വിഭാഗങ്ങൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ചില ആളുകൾ തട്ടിയെടുക്കുകയാണ്. അതായത് അവർ വലിയ വിപ്ലവകാരികളും ആക്ടിവിസ്റ്റുമായിട്ടൊക്കെ അവർ പറയുന്നു. പക്ഷേ അവർ യഥാർത്ഥത്തിൽ അവർ ആക്ടിവിസ്റ്റുകളല്ല. അങ്ങനെയാണെങ്കിൽ അവർ ദളിത് വിഭാഗത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ആളുകളാണ്. പക്ഷേ ഇവർക്ക് വേണ്ടി മാത്രം ഇവർ പ്രവർത്തിക്കും. ഇവർ സ്വന്തം നേട്ടത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ സണ്ണി എം കപ്പിക്കാടിനെതിരായ അദ്ദേഹം പേരെടുത്ത് പറയാതെ തന്നെ അദ്ദേഹം പൊതുവായി പറയുന്ന രീതിയിൽ വീണ്ടും ആ നിലപാട് ആവർത്തിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിനെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് അജയ് തറയിൽ അത് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്.